ഹായ് ഹലോ എല്ലാവർക്കും ടിപ്സ് ഫോർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു ഹോം റെമഡി നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ്. ഇപ്പോൾ കാരണമൊന്നുമില്ലാതെ നമുക്ക് ക്ഷീണം, അതുപോലെ തന്നെ അടിവയറ്റിൽ വേദന, ശരീരം കുറച്ച് മെലിയുന്നു, ഛർദ്ദിക്കുന്നു, വിശപ്പില്ലായ്മ, വയറ് പെരുക്കൽ, ഇതെല്ലാം ഒന്നിച്ചല്ല കേട്ടോ, പലർക്കും പല ലക്ഷണങ്ങളായിരിക്കും. അപ്പോൾ ഇങ്ങനെ പല ബുദ്ധിമുട്ടുകളുണ്ടാകുന്നു. അതുപോലെ ലൂസ് മോഷൻ ഉണ്ടാകുന്നു ചെറിയ രീതിയിൽ. ഇത്തരം ലക്ഷണങ്ങളൊക്കെ വിട്ടുമാറാതെ പല രീതിയിൽ നമ്മളെ അലട്ടുന്നുണ്ടെങ്കിൽ അത് വയറുകടിയുടെ ലക്ഷണങ്ങളായിട്ട് നമ്മൾ കണക്കാക്കേണ്ടിയിരിക്കുന്നു, സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ദീർഘകാലം കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ വയറുകടി എന്നുള്ളത്. അപ്പോൾ ഇത് വീട്ടിൽ തന്നെ മാറ്റിയെടുക്കാൻ സഹായിക്കുന്ന ഒരു ഔഷധ കഞ്ഞിയാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. നമുക്കെല്ലാവർക്കും വളരെ എളുപ്പത്തിൽ കിട്ടുന്ന ഒന്നാണ് തൊട്ടാവാടി. മുള്ളുള്ള ഒരു ചെടിയാണ്, അതുകൊണ്ട് തന്നെ പറമ്പിലൊക്കെ ധാരാളം കാണുന്ന ഒരു സംഭവമാണ്. അപ്പോൾ എടുക്കുമ്പോൾ ഒന്നും മുള്ളൊന്നും കയ്യിൽ കൊള്ളാതെ നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. നമുക്ക് ഈ ഒരു ഔഷധക്കഞ്ഞി തയ്യാറാക്കാനായിട്ട് സമൂലം തൊട്ടാവാടി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ തൊട്ടാവാടി നന്നായിട്ട് കഴുകി എടുത്തതിന് ശേഷം അതിലെന്തെങ്കിലും പൊടിയോ മണ്ണോട് പറ്റി നിൽക്കുന്ന ഒരു പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ അതിൽ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് കളഞ്ഞ് കഴുകി എടുത്തതിന് ശേഷം നമുക്ക് അതൊന്ന് കല്ലിൽ വെച്ചിട്ട് ഒന്ന് ചതച്ചെടുക്കുകയാണ് വേണ്ടത്. നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ഉരുള തൊട്ടാവാടി അരച്ചതാണ് വേണ്ടത്. അരച്ചോ ചതച്ചോ എങ്ങനെയാണോ എടുക്കാം. ഇപ്പം ഞാനിവിടെ ചതച്ചിട്ടാണ് ഇടുന്നത്. നമുക്ക് വേണമെങ്കിൽ ചതച്ച് പിഴിഞ്ഞ് അതിൻ്റെ നീര് മാത്രമായിട്ടും ചേർത്തിട്ട് കഞ്ഞി തയ്യാറാക്കാം. അല്ലെങ്കിൽ നമുക്ക് കിഴി കെട്ടി ആ ഒരു കിഴി നമുക്ക് ഈ ഒരു കഞ്ഞിയിലിട്ടിട്ട് വേവിച്ചതിന് ശേഷം അതെടുത്ത് മാറ്റാം. നമ്മളൊരു ചട്ടിയിൽ കുറച്ച് അരി കഴുകിയിട്ടിട്ടുണ്ട്, അതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തൊട്ടാവാടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 2 പേർക്കുള്ള അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ചുള്ള തൊട്ടാവാടി നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തൊട്ടാവാടിക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. നമ്മൾ പല പല ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെ പഴയ കാലത്ത് ഉപയോഗിച്ച് വന്നിരുന്ന ഒന്നാണ് തൊട്ടാവാടി. നമ്മളതിൻ്റെ ഇലയിൽ തൊട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് വാടിപ്പോവും. എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞത് പൂർവ്വസ്ഥിതിയിൽ കൂടി ആകും. മൂത്ര സംബന്ധമായ രോഗങ്ങൾക്ക് തൊട്ടാവാടിയുടെ ഇലയും വേരും സമൂലം നിഴലിൽ ഉണക്കിയെടുത്തതിന് ശേഷം അത് പൊടിച്ച് പാലിൽ ചേർത്ത്, പാലിലും തേനിലും നമുക്ക് ചേർത്ത് കഴിക്കാവുന്നതാണ്. അതുപോലെ വാതസംബന്ധമായിട്ടുണ്ടാകുന്ന ശരീരത്തിലെ വീക്കങ്ങൾക്ക് ഇതിൻ്റെ ഇല, തൊട്ടാവാടി ഇല നമ്മൾ അരച്ച് കളിമണ്ണുമായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ആ വീക്കങ്ങളൊക്കെ മാറിക്കിട്ടാനായിട്ട് സഹായിക്കും. തൊട്ടാവാടിയുടെ ഇല ചേർത്തിട്ട് ഇലയും സമൂലം നമ്മൾ ചേർത്ത് ഇതേപോലെ കഞ്ഞി തയ്യാറാക്കി കഴിക്കുന്നത് വഴി നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് പ്യൂരിഫൈ ആകാനായിട്ട് സഹായിക്കും. നമ്മുടെ കഞ്ഞിയൊക്കെ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഈ അവസരത്തിൽ നമുക്ക് കുറച്ച് ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ജീരകം കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കഫത്തിൻ്റെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇല്ലാതാക്കാനായിട്ട് സഹായിക്കും. ഇത് ആയുർവേദം പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ. അതുപോലെ തന്നെ ആയുർവേദത്തിലും യുനാനിയിലും ഒക്കെ ഈ ഒരു തൊട്ടാവാടിക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. നമ്മൾ ഈ ഒരു കഞ്ഞി തയ്യാറാക്കുമ്പോൾ ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. രുചി കൂടാനായിട്ട് നല്ലതാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ കഞ്ഞി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ആവശ്യത്തിനൊരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമുക്ക് ഈ ഒരു കഞ്ഞിയുടെ കൂടെ വേണമെങ്കിൽ ചെറുപയർ കറിയോ വൻപയർ കറിയോ അങ്ങനെയൊക്കെ നമുക്ക് കൂട്ടിയിട്ട് കഴിക്കാം. അല്ലെങ്കിൽ ഇത് മാത്രമായിട്ടും നമുക്ക് കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കഞ്ഞിയാണ്. വേണമെങ്കിൽ ചമ്മന്തിയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. വയറുകടി പോലുള്ള പ്രശ്നങ്ങൾക്ക് നമ്മൾ കഴിക്കേണ്ടത് രാത്രിയാണ്. അത് 3 ദിവസം അടുപ്പിച്ച് കഴിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഒരു വിശപ്പില്ലായ്മയും അതുപോലെ ബ്ലഡ് പോക്കും കാര്യങ്ങളും ഒക്കെ മാറിക്കിട്ടുന്നതാണ്. അപ്പോൾ വയറുകടി പോലുള്ള പ്രശ്നങ്ങൾ ഇല്ലാത്തവർക്ക് ഉപയോഗിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. വരാതിരിക്കാനായിട്ട് നമുക്കിത് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കൃഷിലോകം ചാനൽ കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഒന്ന് സെലക്ട് ചെയ്യുക. നമ്മൾ ഒരുപാട് ഹോം റെമഡീസ് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ അതുകൂടി കണ്ടു നോക്കുക. അപ്പോൾ ഇതുപോലുള്ള ഹോം റെമഡീസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് ഉടനെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.